ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മ്യൂസിക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ തൊട്ട് എങ്ങനെയാണ് ഒരു ഈവനിങ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റുട്ടീൻ എങ്ങനെയാണെന്നുള്ളൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒരു 5:15 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുള്ള സമയം. അപ്പോൾ നമുക്കിനി പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ ഇതുവരെ ഞാൻ വെറുതെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി പഠിക്കണം. അതേപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നവംബർ 17-നാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 26 ദിവസമുണ്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി. ഡിസംബർ 15-ന് തുടങ്ങും. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒക്കെ കണക്ക് കൂട്ടി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. അപ്പോൾ അതിലത്തെ ചാപ്റ്റേഴ്സും എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും ബയോസയൻസിൽ ഏകദേശം ഒരു 70 ചാപ്റ്റേഴ്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി 26 ദിവസമുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം വെച്ചൊരു 2 ചാപ്റ്ററിന് കൂടുതൽ പഠിച്ചാലാണ് നമുക്ക് ഇനി തീരത്തുള്ളൂ. അപ്പോൾ ഒരു 2 ചാപ്റ്റർ മിനിമം പഠിക്കാം. അപ്പോൾ നാളെയാണെങ്കിൽ എനിക്ക് ഫിസിക്സ് 2 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇന്ന് അത് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് 2 ചാപ്റ്റർ പഠിക്കാം എന്ന് വിചാരിക്കുന്നു. നടക്കുമെന്നറിയില്ല. അതേപോലെ തന്നെ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ കുറേ നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ നടക്കില്ല. അപ്പോൾ കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കണം, ഹോംവർക്ക് ചെയ്യണം, പിന്നെ അത് പഠിക്കണം. പിന്നെ നാളത്തേക്ക് കുറേ പഠിച്ചുകൊണ്ട് പോകാനുണ്ട്. അപ്പോൾ അതും പഠിക്കണം. അപ്പോൾ എല്ലാം കൂടെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ സൈലത്തിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളിൻ്റെ വീഡിയോ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഒന്ന് ടൈം ടേബിൾ എഴുതിയെടുക്കണം. അത് എന്നിട്ട് ഇവിടെ സ്റ്റഡി ടേബിളിൽ ഒട്ടിച്ചു വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ടൈം ടേബിൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 15 ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പിന്നെ 16-ാം തീയതി ഇംഗ്ലീഷ്, 17-ന് കെമിസ്ട്രി, പിന്നെ 2 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 20-ാം തീയതി മാത്സും, പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് 22-ാം തീയതി ഫിസിക്സും, പിന്നെ 23-ാം തീയതി ബയോളജി ആയിട്ടാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കാണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് ജനുവരി 6-നാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ബയോ സയൻസ് ഉള്ളവർക്ക് വെക്കേഷൻ മുമ്പ് തന്നെ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ എഴുതിക്കുന്നതെന്ന് പറയുന്നത് സൈലത്തിൽ വീഡിയോ കണ്ടിട്ടുള്ള ടൈം ടേബിളാണ്. അപ്പോൾ ഇനി മാറ്റം വരുവാണെങ്കിൽ ഇത് മാറ്റി എഴുതാം. അപ്പോൾ ഇപ്പോഴത്തേക്കുള്ള ടൈം ടേബിളാണ് കേട്ടോ. ഈ മാറ്റം വരുവാണെങ്കിൽ അറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇത് അവിടെ ഒട്ടിക്കട്ടെ. അങ്ങനെ അത്യാവശ്യം ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫിസിക്സാണ് പഠിക്കുന്നത്. പിന്നെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിന് നാളെ എനിക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും അതേപോലെ തന്നെ യൂണിറ്റ് ആൻഡ് മെഷേഴ്സുമാണ് പഠിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ എക്സാമിനറിൻ്റെ അലക്സാറിൻ്റെ ലൈവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ലൈവ് കാണുമ്പോൾ തന്നെ നോട്ട് എഴുതും, അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരുന്നത്.
ഫിസിക്സ് അത്യാവശ്യമൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ഞാൻ പോയി കിടന്നു. അപ്പോൾ അത്ര ഇന്നത്തെ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.